ഹലോ എവരി വൺ, വെൽക്കം ടു വഞ്ചനാട് കിച്ചൻ. ഐ എം ഷെഫ് ബിനോസ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു ഇൻഡോ ചൈനീസ് ഡിഷാണ് ചില്ലി ചിക്കൻ. അതെങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. ചില്ലി ചിക്കന് വേണ്ടി ഞാൻ 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചില്ലി ചിക്കന് വേണ്ടി ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി വലിയ പീസായിട്ട് കട്ട് ചെയ്യാതെ ശ്രദ്ധിക്കുക. ചെറിയ പീസാണ് എപ്പോഴും നല്ലത്. ബാറ്ററി മുക്കി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അകമൊക്കെ കുക്കാൻ വളരെ സഹായകരമായിരിക്കും ചെറിയ പീസസ്. അതാണ് നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നത്. ചിക്കൻ എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ചില്ലി ചിക്കനുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വിനീഗറും 1/4 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പറും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ചിക്കന് നല്ലൊരു കളർ വരും. അതിനാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിരിക്കുന്നത്. മാരിനേഷനൊക്കെ കൃത്യമായിട്ട് പിടിക്കാനാണ് നമ്മൾ വിനീഗർ ചേർത്തിരിക്കുന്നത്. അതുപോലെ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. മിനിമം 1 മണിക്കൂറെങ്കിലും റെസ്റ്റിന് വെക്കണം. 1 മണിക്കൂർ നമുക്ക് റെസ്റ്റിന് വെക്കാം. ആ ടൈമിൽ നമുക്ക് വെജീസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം. 1/2 കിലോ ചിക്കന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കഷ്ണം ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളിയും 1 സവോളയും 2 പച്ചമുളകും 3 തണ്ട് സ്പ്രിംഗ് ഓണിയനും 1 റെഡ് ക്യാപ്സിക്കവും 1 ഗ്രീൻ ക്യാപ്സിക്കവും 1 തണ്ട് സെലറിയും. സെലറി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം കൊണ്ട് ഇടാം. അടിപൊളി ടേസ്റ്റ് ആണ് സെലറി ഇട്ടാൽ. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഫൈനായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ജിഞ്ചറും ഗാർലിക്കും ഒക്കെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തിടുന്നതാണ് നല്ലത്. പച്ചമുളക് നീളത്തിൽ ചരിച്ചരിഞ്ഞിടുന്നതാണ് ചില്ലി ചിക്കന് നല്ലത്. കാണാനൊക്കെ നല്ല രസമായിരിക്കും. റെഡും ഗ്രീനും ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു റെഡ് ക്യാപ്സിക്കമാണ്. അതിൻ്റെ ഹാഫേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സെലറി സ്ലൈസ് ചെയ്തെടുക്കാം. ഓണിയൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അല്പം വലിയ പീസായിട്ട് കട്ട് ചെയ്ത് കൈകൊണ്ട് നമുക്ക് അടർത്തിയെടുക്കണം. ചില്ലി ചിക്കൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഐറ്റമാണ് സ്പ്രിംഗ് ഓണിയൻ. സ്പ്രിംഗ് ഓണിയൻ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടും ഗ്രീൻ പാർട്ടും സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. മിസാംബ്ലാസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ചിക്കൻ നമുക്ക് ബാറ്റർ ഉണ്ടാക്കി ഫ്രൈ ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കനിൽ 1 മുട്ടയും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ പ്ലെയിൻ ഫ്ലവറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കടായിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാകാൻ വെക്കാം. എണ്ണ ഒരുപാട് ചൂടാകാതെ ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിൽ എണ്ണ ചൂടാക്കി എടുക്കാം. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ചിക്കൻ കരിഞ്ഞു പോകും. ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ചിക്കൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാൻ ശ്രദ്ധിക്കണം, അല്ലാതെ ഒട്ടിപ്പിടിച്ചിരിക്കും. ചിക്കൻ ഇട്ടാലുടൻ തവി വെച്ച് ഇളക്കരുത്, അതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോകും. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ ഒരു ഗോൾഡൻ കളറായാലുടൻ കോരിയെടുക്കാം. ബാക്കിയുള്ള ചിക്കനോട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോസ് തയ്യാറാക്കാം. സോസ് തയ്യാറാക്കാൻ വേണ്ടി ഹൈ ഫ്ലെയിമിൽ വോക്ക് ചൂടാക്കി എടുക്കാം. വോക്ക് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ജിഞ്ചറും ഗാർലിക്കും ചില്ലിയും ചേർക്കാം. ജിഞ്ചറും ഗാർലിക്കും ചില്ലിയൊക്കെ ജസ്റ്റ് ഒന്ന് സോത്തേ ആയാൽ മതി. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ചേർക്കാം. സ്പ്രിംഗ് ഓണിയൻ ജസ്റ്റ് ഒന്ന് സോത്തേ ആയാൽ മതി. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സെലറിയും ക്യാപ്സിക്കവും ഒനിയനും ചേർക്കാം. ഇൻഡോ ചൈനീസ് ഡിഷുകളൊക്കെ തയ്യാറാക്കുമ്പോൾ വെജിറ്റബിളൊക്കെ ഓവർ കുക്ക് ആകാതെ ജസ്റ്റ് ഒന്ന് സോത്ത് ചെയ്തെടുക്കത്തേ ഉള്ളൂ. ആ ക്രിസ്പി ഫീലിങ്സ് നമുക്ക് വേണം. വെജിറ്റബിളൊക്കെ സോത്തേ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. 1 പിഞ്ച് ഷുഗർ ചേർക്കാം. ഷുഗർ ചേർക്കുന്നത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഹൈ ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ടൊന്ന് സോത്ത് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൽ 3 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് സോസിലേക്ക് ചേർക്കാം. കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി സോസിൽ ചേർക്കുമ്പോൾ സോസ് ഒന്ന് തിക്കാവുകയും ചെയ്യും. അതുപോലെ തന്നെ ചിക്കനും സോസും നന്നായിട്ട് യോജിക്കുകയും ചെയ്യും.
സോസ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ചിക്കൻ സോസിൽ ചേർത്താലുടൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കനും സോസും നന്നായിട്ട് യോജിച്ച് നല്ല ഗ്ലോസി ലുക്ക് ആവും. ചില്ലി ചിക്കൻ നിയർലി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയന്റെ ഗ്രീൻ പാർട്ട് ചേർക്കാം. ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പിഞ്ച് സെസമിക് സീഡ് ഇട്ട് ഗാർണിഷ് ചെയ്യാം. ഞാനിത് അല്പം ഡ്രൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാനിത് സ്റ്റാർട്ടറായിട്ടാണ് യൂസ് ചെയ്തത്. എനിക്കിഷ്ടം സെമി ഗ്രേവിയിൽ തയ്യാറാക്കുന്ന ചില്ലി ചിക്കനാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഗ്രേവി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നല്ല ഗ്ലേസി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇങ്ങനെ പ്ലേറ്റിൽ കിടക്കുന്ന കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും. ചില്ലി ചിക്കൻ അടിപൊളി ഒരു സ്റ്റാർട്ടറാണ്, അടിപൊളി ഒരു മെയിൻ കോഴ്സാണ്. അതും പോരാഞ്ഞിട്ട് അടിപൊളി ഒരു ടച്ചിങ്സുമാണ്. ചപ്പാത്തി, പൊറോട്ട, ഫ്രൈഡ് റൈസ് ഇതിൻ്റെ കൂടെ അന്യായ ഒരു കോമ്പിനേഷനാണ് ചില്ലി ചിക്കൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത് ഗ്യാരണ്ടിയാണ്. കുക്കിംഗ് പഠിച്ചു വരുന്നവർക്കും ഈസി ആയിട്ട് ട്രൈ ചെയ്യാവുന്ന ഒരു ഡിഷാണ് ചില്ലി ചിക്കൻ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റുകളൊക്കെ അയക്കണം. നിങ്ങൾക്ക് എൻ്റെ ചില്ലി ചിക്കൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് വഞ്ചിനാട് കിച്ചൻ, ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം. അടുത്ത ദിവസം കിടിലൻ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ ടുഡേ. താങ്ക് യു വെരി മച്ച്.